കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ. എൻ്റെ മനസ്സിൽ തൈമണി തെന്നലായി പുൽകാൻ നീ വന്നു. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ. എൻ്റെ മനസ്സിൽ തൈമണി തെന്നലായി പുൽകാൻ നീ വന്നു. പുൽകാൻ നീ വന്നു. പുൽകാൻ നീ വന്നു. ഇന്നത്തെ അതിഥി ഒരു അതുല്യ പ്രതിഭയാണ്. ഞാൻ കുറച്ച് വൈരാഗ്യ ബുദ്ധിയോടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം എനിക്ക് കുറച്ച് പണി കൊടുത്തേ പറ്റൂ പുള്ളിക്ക്. കാരണം ഒരുപാട് നാൾ എനിക്കിട്ട് പണി തന്നു. പക്ഷേ എനിക്ക് ഒരുപാട് പണിയുമ്പം ഒരു പണിയെങ്കിലും ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ, ഒരു ഔൺസെങ്കിലും. അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ ക്ഷണിക്കാൻ നമുക്ക്. സ്നേഹപൂർവ്വം, ആദരപൂർവ്വം, വൈരാഗ്യപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു ബൈജു ജോസ്. നമസ്കാരം ബൈജു. നമസ്കാരം ചേട്ടാ. അല്ല, എങ്ങനെയാണ് ഇത്രയും വളരെ ട്രിംഡായത്? വേറൊന്നുമില്ല ചേട്ടാ, ഭക്ഷണം കൺട്രോൾഡ് ആണ്. പിന്നെ നമ്മൾ ഈ നേരത്തെ കഴിച്ചിരുന്ന സാധനങ്ങൾ കുറച്ചൊക്കെ ഒഴിവാക്കി. ബീഫൊക്കെ ഒഴിവാക്കി. ബീഫ് എന്ന് കരുതി ചിക്കൻ ഒഴിവാക്കിയിട്ടില്ല. ഞാൻ കേട്ടതല്ല, പക്ഷെ ഈ ഡെയിലി പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അവിടെ പോകുമ്പോൾ ബീഫും ചിക്കനും ഒക്കെ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. ഇപ്പൊ കിട്ടും. കറക്റ്റ് സംഭവം. അതാണ് അതിന്റെ സത്യം. നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോ നമ്മൾ എന്ത് കഴിച്ചാലും ആരും ചോദിക്കാനും പറയാനൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങോട്ട് കഴിക്കുമായിരുന്നു. അത് മാത്രല്ല, പിന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ അല്ല, അത് പറയണമല്ലോ, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു മോശമല്ലേ. അതെ, അല്ല ശരിക്കും കുറച്ച് കൺട്രോൾ ചെയ്തു. പിന്നെ കൺട്രോൾ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല, കാരണം വരുമാനം കുറഞ്ഞു പണിയാവും. അത് സത്യം. നമ്മളൊന്ന് ശകലം തുടങ്ങി വിട്ടു. അതെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരുപാട് കാര്യം പറയാനുള്ളതുകൊണ്ട് നമുക്ക് വേഗം ഷോയിലോട്ട് അങ്ങ് കിടക്കാം. തീർച്ചയായിട്ടും അതായിരിക്കും നല്ലത്. അതെ. അപ്പോൾ ആദ്യത്തെ സെക്ടർ കേറി വാടാ മക്കളെ. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ മുഴുവൻ വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിൽ നിന്ന്. മോഹൻലാൽ, ഇന്നസെന്റ്, KPSC, കനക. കണ്ടിട്ടില്ലേ ചിത്രം? പിന്നെ ഈ സിനിമ കാണാത്ത മലയാളികൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഹിറ്റ് ഇപ്പൊ ടെലികാസ്റ്റ് ചെയ്യുമ്പോഴും ഭയങ്കര ഓഡിയൻസ് ആണ്. ഒരുപാട് മാറ്റൂല നമ്മള്. കേറി വാടാ മക്കളയിൽ ആദ്യത്തെ ചോദ്യം. ചിത്രത്തിൽ പട്ടാളം മാധവി എന്ന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് ആരാണ്? A. ഫിലോമിന, B. KPSC ലളിത, C. അങ്ങനെ ഒരു കഥാപാത്രം ഈ സിനിമയിൽ ഇല്ല. ഈ ചോദ്യത്തിനൊക്കെ ഓപ്ഷൻസ് വേണ്ട ശരിക്കും. KPSC ലളിത. KPSC ലളിത. B. KPSC ലളിതയെ ഞാൻ എടുത്തിട്ട് പൂട്ടി, അവിടെ ഇരിക്കട്ടെ. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് എന്താ തപ്പുന്നേ? അല്ല, വേറൊന്നുമല്ല. എനിക്ക് ഈ ഒരു മാസങ്ങൾ. അല്ല, എവിടെ താമസിക്കുന്നേ? എറണാകുളത്ത്. ആസ്റ്റർ മെഡിസിറ്റി, അമൃത, അതിന്റെ ഒക്കെ തൊട്ട് നടുക്ക്. അപ്പൊ ഞാൻ കൺഫ്യൂഷൻ ആയെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടില് ഈ 5-6 മാസത്തിന് മുമ്പ് അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു. ഈ ഒരു വർഷത്തിനുള്ളിൽ 2 പേരും മരിച്ചുപോയി. ഓ, അപ്പൊ അതാണ് ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം പറയാം അപ്പച്ചനും അമ്മച്ചി എന്നാണ്. അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷൻ. അല്ലെ, എങ്ങനെ പ്രായമായി? അപ്പച്ചന് 95 വയസ്സുണ്ടായിരുന്നു, അമ്മയ്ക്ക് 87 വയസ്സുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളത് ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും. ഭാര്യ മഞ്ജു, മകൻ അമല്, മകൾ അലീന. എത്രാം ക്ലാസ് പഠിക്കുന്നു? മോനിപ്പോ ഡിഗ്രി. ഓ, കണ്ടാ പറയില്ല. അത് ശൈശവ വിവാഹമായിരുന്നു എൻ്റെത്. 10 വയസ്സിലോ? 22 വയസ്സിൽ. ലവ് മാരേജ് ആയിരുന്നോ? അതെ. അത് ശരി. എവിടെ? എറണാകുളം തന്നെ? വൈഫ് ചേർത്തലയാണ് സ്ഥലം. അപ്പോൾ അവിടെ ഞാൻ അവിടെ ഒന്നും പോയില്ല. ഞങ്ങളിവിടെ ഒരു ആർക്കിടെക്റ്റിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യായിരുന്നു ഒരുമിച്ച്, മാത്യു ആൻഡ് സേറ ആർക്കിടെക്ട്സ്. അവിടെ വെച്ച് എൻ്റെ വര കണ്ടിട്ടാണോ തമാശ കേട്ടിട്ടാണോ അങ്ങനെ ലവ് ചെയ്ത. എന്തായാലും അങ്ങനൊരു അബദ്ധം അവർക്ക് പറ്റിയല്ലേ?
ഇത് ഞാൻ പ്രതീക്ഷിതാ. അത് സാരമില്ല, കുഴപ്പമില്ല, എല്ലാം വിധിയല്ലേ അല്ലേ? അതെ, എന്റെയും അവളുടെയും. KPSC ലളിത ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, 2000 രൂപ സമ്മാനമായി ലഭിച്ചു. താങ്ക് യു. നിങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നല്ലോ ഒരു ടീം കൂടെ. ബാബു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്നെയായിരുന്നല്ലോ അള്ളിയിട്ട് പിടിച്ചിരുന്നത്. അതെ. അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവോ? കാരണം ആൾക്കാർ മറന്നിരിക്കുക, കാരണം ഞാനും മറന്നുപോയി. അല്ല, എന്നെ കാണുമ്പോൾ ആളുകൾക്ക് ചേട്ടനെ ഓർമ്മ വരാറ്. ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ട് NP സുറുമ ചെയ്യാൻ പറഞ്ഞ ഞാൻ ചെയ്യും. എന്നാ ഒന്ന് ചെയ്തട്ടെ കേൾക്കാം. അപ്പൊ ബൈജു, നമുക്ക് തുടങ്ങിയാലോ പരിപാടി? അപ്പൊ ആരെയാണ് തുടക്കം കുറിക്കുന്നത്? സ്റ്റാറിനാണോ? സ്റ്റാർ ലാലേട്ടന് ചെയ്യാം. ലാലേട്ടനാണല്ലോ ചെയ്യുന്നത്. തമ്പുരാൻ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ ചെറ്റെ എന്ന് വിളിക്കേണ്ടി വന്നതിൽ മനസ്താപമുണ്ട്. എടോ, അപ്പനെന്ന് പേരുള്ള തേട്ടറി ചെറ്റെ, താൻ ആരാടോ? നാട്ടുരാജാവോ? തൻ്റെ കളരിയും മർമ്മവിദ്യയും തരികിട നമ്പറും ഒക്കെ ചെലവാകും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത്. ഇതാള് വേറെയാ, കളി കുറെ കണ്ടവനാ ഞാൻ. ഒരുപാട് ഡയലോഗ് ഉണ്ട് കേട്ടാ. അത്രയും പറഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത അല്ല, വേറെ ആളിനെ കൂടെ ആകാമല്ലോ. വേറെ ആള് എന്നാ ഓക്കെ. മമ്മൂക്കട രാജമാണിക്യം. 4 സഹോരാ കുന്നോളുണ്ടിട്ട മനസ്സിലെ സങ്കടങ്ങള് നിനക്കും വേണ്ടിയിട്ട് മാറ്റിവെച്ചാണ് ഈ അടുത്ത നിന്റെ കാഴ്ചകൾ. ഇതിന് പകരമായിട്ട് 10,000 കണ്ട് മാറ്റിവെക്കാനുള്ള സ്ഥിതിയുണ്ട് ഇപ്പം. എന്നിട്ട് അത് അങ്ങനെ എന്നെ കൊണ്ടെടുക്കണത് മരണം വരെ എനിക്ക് എൻ്റെ അനിയനെ ഓർക്കാനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ എന്നെ കൊല്ലാനും വേണ്ടി കായകളോട് തേപ്പിച്ചിൻ്റെ അടുത്ത് നീ പറഞ്ഞു കളഞ്ഞല്ലേ എൻ്റെ അടുത്ത് ഭാഗത്തിട്ടാണെന്ന്. നന്നായിട്ടുണ്ട്. ഒരാഴ്ച മുഴുവനും മേക്കളോൻ്റെ അടി കൊണ്ട് കിടന്നാലും അവസാനം അറിവ് തന്നെ കഴുത്തില് നമ്മളില്ലേ. താങ്ക് യു. അതിനകത്ത് ഒരു 10,000 വന്നു കേട്ടാ. അതെ, അത് ചേട്ടൻ്റെ സാധനം. 10,000 അല്ല, അറിയാതെ കയറി വന്നാണത്. അല്ല, ശരിക്കും അങ്ങനെ ഡയലോഗ് അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം കേറി പാടാ മക്കളയിൽ രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, ഒരു വീഡിയോ ചോദ്യമാണ്. പോന്നോളൂ, ഞാനിങ്ങോട്ട് മാറി തന്നേക്കാം. പോന്നോളൂന്നേ. കണ്ടല്ലോ, കണ്ട്. ചോദ്യം: ഈ സീനിൽ പടി കയറി പോകുമ്പോൾ മോഹൻലാലിൻ്റെ കയ്യിൽ എത്ര പെട്ടി ഉണ്ടായിരുന്നു? A 1, B 2, C 3. 3. പൂട്ടട്ടെ? പൂട്ടിക്കോ. എന്തായാലും ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ണിലോട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എവിടാ നോട്ടം എന്നുള്ളത്. അതെ, ആ പെൺകുട്ടിയെ നോക്കിയിരിക്കുക. അത്രയും വലിയൊരു അപാര നടൻ മോഹൻലാൽ ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ടും. അല്ല, ഞാൻ ലാലേട്ടൻ്റെ മുഖത്തൊക്കെ നോക്കി, പക്ഷെ കയ്യിൽ എത്ര ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. 1, 2, 3. 2. B 2 ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. അവിടെ ഇരിക്കട്ടെ. ഒരുപാട് രാജ്യങ്ങളിൽ പ്രോഗ്രാമിന് പോയിട്ടുണ്ടല്ലോ. ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എവിടാണ്? ഇഷ്ടപ്പെട്ട സ്ഥലം ദുബായ് തന്നെയാണ്. ദുബായ്. എന്തുകൊണ്ടാണ്? അല്ല, അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും പോയി നിൽക്കാം. എവിടെ വഴി തെറ്റിപ്പോയാലും എവിടെ ചെന്നാലും മലയാളികളെ കാണാൻ പറ്റും. വഴി ചോദിച്ച് കറക്റ്റായിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതെ. അപ്പോൾ ആരെങ്കിലും മൊബൈലിൽ നിന്ന് ഒരാൾ വിളിക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പോൾ കിട്ടും. വേറെ സ്ഥലത്ത് പോയാൽ ചിലപ്പോൾ അതെനിക്ക് തോന്നുന്നു. അത്രയും നമുക്ക് കംഫർട്ടാണ് ദുബായ്. 20 വർഷം ദുബായിൽ പ്രോഗ്രാം ചെയ്തതാണ് ബൈജു. ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പം പിന്നെ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? അതെ, അല്ല തീർച്ചയായിട്ടും. മാത്രമല്ല, ദുബായിയോടൊരു പ്രത്യേക അടുപ്പമുണ്ട്. ബൈജുവിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാം. എന്താ, ഒരു അറബിക് ലുക്ക് ഉണ്ട് എനിക്ക്. അല്ലാതെ ഞാൻ എപ്പോഴും അൽഫാം തിന്നണോണ്ടായിരിക്കും. അറബിക് ലുക്ക്. അപ്പം B 2 ഉത്തരം നൽകിയിരിക്കുന്നത് ആണല്ലോ. അതെ, തെറ്റാണ്. ദൈവാധീനം കൊണ്ട് B 2 ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്. 3 പറഞ്ഞതാ.
ആ അല്ല ഞാനപ്പോ എനിക്കൊരു ഡൗട്ടായിരുന്നു, പക്ഷെ കറക്റ്റ് ആക്കിയല്ലോ. കേറി വാടാ മക്കളയിൽ മൂന്നാമത്തെ ചോദ്യം. ചിത്രത്തിൽ മോഹൻലാലും ഇന്നസെന്റും കോളനിയിൽ താമസിക്കുന്നത് എന്തിനാണെന്നാണ് കോളനിക്കാരോട് പറയുന്നത്? എ. കോളനി മോടി പിടിപ്പിക്കാൻ. ബി. സിനിമ എടുക്കാൻ. സി. കഥ എഴുതാൻ. കഥ എഴുതാൻ എന്ന് പറഞ്ഞ രണ്ടുപേരും വരുന്നത്. കോളനിക്കാരോട് പറയുന്നത് കഥ എഴുതാൻ. അതാണോ? അപ്പൊ സി കഥ എഴുതാൻ ആണ് ഉത്തരം. അതെ. ഓക്കെ, സി കഥ എഴുതാൻ കൂട്ടിയെന്ന് വെച്ചോ, അവിടെ ഇരിക്കട്ടെ. ബൈജുവിന്റെ പഠിത്തമൊക്കെ എവിടെ ആയിരുന്നു? ഓഹോ, പഠിത്തമൊന്നും പറയേണ്ടത്. ഒരു പഠിത്തം ഞാൻ പഠിച്ചത് എറണാകുളത്ത് തന്നെയാണ്, അയ്യപ്പൻകാവ് സ്കൂളിലായിരുന്നു. പിന്നെ ഫൈൻ ആർട്സ് പഠിച്ചു കലാഭവനിൽ, KGT. അത് കഴിഞ്ഞിട്ട് നേരെ ജോലിയായിരുന്നു. പിന്നെ ഒരുപാട് പഠിക്കാനില്ല, കാരണം ഞാൻ അത്രയും വർഷം കൊണ്ട് ഏകദേശമൊക്കെ എല്ലാം പഠിച്ചു. പിന്നെ ജീവിതം എന്തെന്ന് പഠിക്കുന്നതിൽ ഇപ്പോഴും ഞാൻ നടന്നുകൊണ്ടിരിക്കുക എൻ്റെ പഠനം. അതെന്ത് പറ്റി? ജീവിതമൊക്കെ പഠിച്ച് തീരൂല്ലേ, കൊറോണ വന്നപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യം ഇപ്പോഴും പഠിച്ചിട്ടില്ല. സി കഥ എഴുതാൻ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റ്സ്. വീണ്ടും 2000 രൂപ സമ്മാനമായി ലഭിച്ചു.